നമ്മൾ ധ്യാനിച്ചായിരുന്നു. സോ നമ്മൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പുതിയ ഒരു ജീവനെ ഉത്പാദിപ്പിക്കും എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ 5-ാം വചനത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിലുള്ളതും ചിന്തിക്കുന്നു എന്നുള്ള ഒരു സത്യത്തെക്കുറിച്ച്. So for those who live according to the flesh, set their minds on the things of the flesh, but those who live according to the Spirit, set their minds on the things of the Spirit. അപ്പൊ നമ്മുടെ മൈൻഡിനെ കുറിച്ചാണ്. സോ നമ്മുടെ മൈൻഡ് എവിടെ ഉണ്ട്? സോ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഏത് സ്വഭാവമാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കി. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് 6-7 വചനങ്ങൾ വായിച്ചാൽ അവിടെ പറയുന്നത് ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. So letting your sinful nature control your mind leads to death, but letting the Spirit control your mind leads to life and peace. For the sinful nature is always hostile to God. It never did obey God's laws, and it never will ever. ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ 2 കാര്യങ്ങൾ ചിന്തിക്കും. സോ ഇവിടെ പറയുന്നത് the mind governed by the flesh or sinful nature leads to death എന്നാണ്. അതുപോലെ തന്നെ the mind governed or controlled by the Holy Spirit leads to life and peace എന്നാണ് പറയുന്നത്. സോ നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആലോചനകളെ ജഡമാണോ നിയന്ത്രിക്കുന്നത്? ആരാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെ, നമ്മുടെ ആലോചനകളെ ആത്മാവാണോ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്? ആരാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കുന്നത്, പരിശോധിക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം നമ്മുടെ ചിന്തകൾ ജഡത്തിന്റെ കൺട്രോളിലായാൽ അത് നമ്മെ മരണത്തിലേക്ക് നയിക്കും. സോ ഒരു പക്ഷെ നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആലോചനകൾ പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിലായാൽ പരിശുദ്ധാത്മാവ് നമ്മെ ജീവനിലേക്ക്, സമാധാനത്തിലേക്ക് നയിക്കും. അപ്പൊ ഇത് രണ്ട് സ്ട്രീമാണ്. ഇത് രണ്ടും 2 വേ ഓഫ് ലിവിങ് ആണ്, 2 ലൈഫ് സ്റ്റൈലാണ്, 2 രീതിയിലുള്ള ജീവനെയാണ് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ one life is controlled by the flesh, another life controlled by the Holy Spirit. സോ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് നോട്ട് അവർ ലൈഫ് ബട്ട് ഇറ്റ് ഈസ് അവർ മൈൻഡ് ആണ്. മൈൻഡ് നമ്മുടെ ജീവിതമല്ല. സോ എന്റെയും നിങ്ങളുടെയും മൈൻഡാണ് ഇവിടെ പ്രധാനം. സോ അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. സോ ഉദാഹരണം, sin or Satan or flesh so wants not our life
but our mind. പാപത്തിന് വേണ്ടിയത് എന്താണ്? സാത്താന് വേണ്ടിയത് എന്താണ്? എപ്പോഴും പാപത്തിന് അടിമയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഫ്ലെഷ് ഉണ്ട്, ജഡം, അതിന് വേണ്ടിയത് എന്താണ്? നമ്മുടെ ലൈഫ് അല്ല, നമ്മുടെ മൈൻഡാണ്. യുവർ മൈൻഡ് ലീഡ്സ് യുവർ ലൈഫ്, അല്ലെ? യുവർ തോട്ട്സ് ലീഡ് യുവർ ലൈഫ്. യുവർ തിങ്കിങ് പ്രോസസ് ഇൻഫ്ലുവൻസ് യുവർ ലൈഫ് സ്റ്റൈൽ. സത്യമല്ലേ? നിങ്ങളുടെ ജീവിതത്തെ നയിക്കുന്നത് നിങ്ങളുടെ മൈൻഡ് അല്ലേ? നിങ്ങളുടെ ചിന്തകളും ആലോചനകളുമാണ് നിങ്ങളുടെ ജീവിത ശൈലിയെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നോ ആ രീതിയിലാണ് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ആലോചനകൾ ചിന്തകൾ നല്ലതാണോ, നിങ്ങളുടെ പ്രവർത്തികൾ നല്ലതായിരിക്കും. നിങ്ങളുടെ ആലോചനകൾ ചിന്തകൾ മോശമാണോ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മോശമായി. സോ ഇവിടെ നമ്മുടെ മൈൻഡ് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സോ നമ്മൾ ആലോചിക്കുന്നതാണ്, ആലോചനയാണ്, തിങ്കിങ് ആണ്, തോട്ട്സ് ആണ്. സോ അവിടെ എന്താണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയുള്ള തോട്ട്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്? അതാണ് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത്, നമ്മുടെ പ്രവർത്തനങ്ങളെ മാറ്റുന്നത്, നമ്മുടെ ജീവിത ശൈലിയെ മാറ്റുന്നത്, നമ്മുടെ വാക്കുകളെ മാറ്റുന്നത്, നമ്മുടെ ഉദ്ദേശങ്ങളെ മാറ്റുന്നത്. സോ സാത്താൻ ഒരു വ്യക്തിയെ നിയന്ത്രിക്കണമെങ്കിൽ ഒരു വ്യക്തിയുടെ മൈൻഡിനെ അവന് പിടിച്ചാൽ മതി. സോ ഒരു വ്യക്തിയുടെ മൈൻഡ് പിശാചിന്റെ കയ്യിൽ, സാത്താന്റെ കയ്യിൽ കിട്ടിയാൽ മുഴുവൻ വ്യക്തി അവന്റെ കൺട്രോളിൽ വരും. സോ അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ നിയന്ത്രിക്കുന്നത് മൈൻഡിൽ കൂടിയാണ്. ഒരു വ്യക്തിയുടെ മൈൻഡ് പരിശുദ്ധാത്മാവിന്റെ കൈകളിൽ വന്നാൽ ആ വ്യക്തിയെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കും, നയിക്കും, കൺട്രോൾ ചെയ്യും, ലീഡ് ചെയ്യും. സോ അതുകൊണ്ട് നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, സോ യുവർ മൈൻഡ് ഈസ് എ ബാറ്റിൽ ഫീൽഡ്. ഇപ്പൊ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്നത് മൈൻഡിൽ കൂടിയാണ്. പിശാച്, പാപം അല്ലെങ്കിൽ ജഡം നിയന്ത്രിക്കുന്നത് നമ്മുടെ മൈൻഡിൽ കൂടിയാണ്. അപ്പൊ ഇത് രണ്ടും എപ്പോഴും നമ്മുടെ മൈൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ കൂടുതൽ ശക്തമായിട്ട് ആരാണ് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവരാണ് നമ്മുടെ ജീവിതത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ വഴിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ ചില സ്പിരിച്വൽ വേർഡ്സ് ഉപയോഗിക്കുന്നത് കൊണ്ട്, ചില സ്പിരിച്വൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിലാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഈ ജഡീകന്മാരും ജഡത്തിന്റെ കൺട്രോളിൽ ഉള്ളവരും ചില വ്യക്തികളെ, മനുഷ്യരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, അവരുടെ ഒരു കോൺഷ്യസിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, അവരുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ചില ആത്മീയമായ വാക്കുകൾ അവർ ഉപയോഗിക്കും, ആത്മീയമായ ആക്ടിവിറ്റീസിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതുകൊണ്ട് അവർ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാണോ, പരിശുദ്ധാത്മാവാണ് അവരെ നയിക്കുന്നത് എന്ന് ചോദിച്ചാൽ അല്ല. അവർ ജസ്റ്റ് അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി അവർ അങ്ങനെ ആക്ട് ചെയ്യുന്നതേ ഉള്ളൂ. എന്നാൽ റിയാലിറ്റി നോക്കിയാൽ അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ജഡമാണ്. അതുകൊണ്ടാണ് 7-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്: ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല,
കീഴ്പ്പെടുവാൻ കഴിയുന്നതുമില്ല. For the sinful nature is always hostile to God. It never did obey God's laws, and it never will ever. So the mind governed by the flesh is hostile to God. It does not submit to God's law, nor can it do so. The mindset of the hostile, the mindset of the flesh hostiles to God. എന്ന് പറഞ്ഞാൽ it works against God's purpose. So it works against God's will എന്നാണ് അതിന്റെ അർത്ഥം. സോ ഒരു മനുഷ്യന്റെ ചിന്തകൾ, അവന്റെ ആലോചനകൾ ജഡം നിയന്ത്രിക്കുമ്പോൾ ആ മനുഷ്യൻ ദൈവത്തിന് ശത്രുവായിട്ട് മാറും. അപ്പോൾ ആരാണ് ആ ശത്രു എന്ന് ചോദിച്ചാൽ സാത്താൻ മാത്രമല്ല ശത്രു, സാത്താന്റെ ദൂതന്മാർ മാത്രമല്ല ശത്രു. എന്നാൽ മനുഷ്യന്റെ ചിന്തകൾ, അവന്റെ ആലോചനകൾ, അവന്റെ ജഡം നിയന്ത്രിക്കുമ്പോൾ അങ്ങനെയുള്ള മനുഷ്യൻ ദൈവത്തിന് ശത്രുവായിട്ട് മാറും. കാരണം അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ദൈവത്തിന് വിരുദ്ധമായി, ദൈവ ഉദ്ദേശ്യങ്ങൾക്ക് വിരുദ്ധമായി, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ജീവിക്കും ആൻഡ് പ്രവർത്തിക്കും. സോ അവനെ, അതാണ് വചനം പറഞ്ഞത്, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ഈ ജഡം നിയന്ത്രിക്കുന്ന മനുഷ്യൻ ഒരിക്കലും ദൈവത്തിന്റെ കൽപ്പനകൾക്ക്, ദൈവത്തിന്റെ വചനങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുവാൻ പറ്റത്തില്ല. അവൻ കീഴ്പ്പെടാൻ പറ്റത്തില്ല, അത് അസാധ്യം എന്നാണ് പറയുന്നത്. സോ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിക്കുമ്പോൾ അതിങ്ങനെയാണ്: ഇറ്റ് നെവർ ഡിഡ് ഒബേ ഗോഡ്സ് ലോസ് ആൻഡ് ഇറ്റ് നെവർ വിൽ എന്നാണ്. It does not submit to God's law, nor can it do so. Indeed, it cannot എന്നാണ് English translation. So if your mind is set on the lust of your flesh, you can be pretty sure that you are an enemy of God by your actions. So ജഡത്തിന്റെ മോഹങ്ങളെ നിങ്ങളുടെ ചിന്തകളിൽ, നിങ്ങളുടെ ആലോചനകളിൽ ഉറപ്പിക്കുന്ന, സോ ആരുടെ മൈൻഡിൽ ഈ ജഡത്തിന്റെ മോഹങ്ങൾ ആഴമായിട്ട് വേരൂന്നി കിടക്കുന്നു, അങ്ങനെയുള്ള വ്യക്തിയുടെ പ്രവർത്തികൾ മാറും, ജീവിതശൈലി മാറും, തോട്ട് പ്രോസസ് മാറും, ഉദ്ദേശങ്ങൾ മാറും, വഴികൾ മാറും, വിശ്വാസം മാറും, ഐഡിയോളജി മാറും. സോ കാരണം അത് ദൈവത്തിന് വിരുദ്ധമായ വിശ്വാസവും ജീവിതശൈലിയും പ്രവൃത്തി ആയതുകൊണ്ട് അവർ ദൈവത്തിന്റെ ശത്രുവായിട്ട് മാറും. അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അങ്ങനെ ഉള്ളവരെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇവൻ ദൈവത്തിന്റെ ശത്രുവാണ്. പള്ളി പോകും, കുർബാന കൊള്ളും, ചില സ്പിരിച്വൽ ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആകും, എന്നാൽ അവൻ ദൈവത്തിന്റെ ശത്രുവാണ്. സോ നിങ്ങളുടെ ചുറ്റുപാടും എൻ്റെ ചുറ്റുപാടും ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരെ കണ്ടിട്ടാണ് നമ്മൾ ചതിയിൽ വീഴുന്നത്. എന്നാൽ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, it does not subject itself to God's law and it's not even able to do so എന്നാണ്. അത് ദൈവത്തിന്റെ വചനങ്ങൾക്ക്, കൽപ്പനകൾക്ക്, ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. അപ്പൊ അതിനെ കീഴ്പ്പെടുവാൻ കഴിയുന്നതുമില്ല.
It has no ability to subject to the commandments of God. അതാണ് ഇവിടെ പറയുന്നത്. അതിന് എബിലിറ്റി ഇല്ല. അതിന്റെ എബിലിറ്റി അല്ല ജഡം അനുസരിച്ച് ദൈവത്തിന്റെ ശത്രുവായിട്ട് ജീവിക്കുക എന്നുള്ള ഒരു എബിലിറ്റിയാണ്. So here we have to understand one thing, that we are incapable of doing God's will. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവഹിതം ചെയ്യാൻ നമുക്ക് കഴിവില്ല. അതായത് ജഡം അനുസരിച്ച് ജീവിക്കുന്നു. ആരുടെ മൈൻഡിനെ ജഡം നിയന്ത്രിക്കുന്നു അവർക്ക് ദൈവഹിതം ചെയ്ത് ജീവിക്കുവാൻ കഴിയില്ല. അങ്ങനെ ഒരു കഴിവില്ല, എബിലിറ്റി ഇല്ല. They are incapable of doing God's will. അത് നമ്മൾ മനസ്സിലാക്കും. So the difference between the message of Jesus Christ in the New Testament and the message in the Old Testament, എന്താണ് ഡിഫറൻസ്? നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായോ? And for that matter, you consider messages in many other faiths or in many other religions. മറ്റേ മതത്തിന്റെ വിശ്വാസം ഏത് രീതിയിൽ ഉണ്ടെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. ഒന്ന്, പുതിയ നിയമത്തിന്റെയും പഴയ നിയമത്തിന്റെയും വ്യത്യാസം. രണ്ടാമതായിട്ട് മറ്റേ മതങ്ങളുടെ ഒരു വിശ്വാസത്തിന്റെ വ്യത്യാസം മനസ്സിലാക്കേണ്ടത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്? ഇപ്പോൾ പഴയ നിയമം നിങ്ങൾ എടുത്താൽ, പഴയ നിയമം എന്താണ് പറയുന്നത്? നിങ്ങൾ മറ്റേ മതങ്ങളെ എടുത്താൽ, മറ്റേ മതങ്ങൾ എന്താണ് പറയുന്നത്? They all say do this and don't do that. So മറ്റേ മതങ്ങളുടെ വിശ്വാസം എന്താണ്? മറ്റേ മതങ്ങളും പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അവർ പറയും ഇത് ചെയ്യണം, അത് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ. അതിനാൽ ഒരു കാര്യം മനസ്സിലാക്കണം, but never dealing with man's fundamental problem. എന്താണ് മനുഷ്യന്റെ ഫണ്ടമെന്റൽ പ്രോബ്ലം? That is man's inability to keep the word of God or commandments of God or the law of God. എന്നാൽ മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നം എന്താണ്? ഫണ്ടമെന്റൽ പ്രോബ്ലം എന്താണ്? അതായത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ, ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കാൻ, ദൈവത്തിന്റെ നിയമങ്ങളെ പാലിക്കാനുള്ള മനുഷ്യന്റെ കഴിവില്ലായ്മ. കഴിവില്ല, എബിലിറ്റി ഇല്ല. അതാണ് മനുഷ്യന്റെ യഥാർത്ഥമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്. ആഗ്രഹമുണ്ട്, എബിലിറ്റി ഇല്ല. സോ മനുഷ്യന്റെ ഈ അവസ്ഥയെ ആർ കൈകാര്യം ചെയ്യുന്നില്ല. Nobody is dealing this problem. So അതാണ് Old Testament was there to show us that we are incapable of keeping God's laws. ഇപ്പൊ ന്യായപ്രമാണമുണ്ട്. ദൈവം ന്യായപ്രമാണം തന്നു. ന്യായപ്രമാണം തന്നത് എന്തിനു വേണ്ടിയാണ്? ന്യായപ്രമാണം എന്താണ് ചൂണ്ടിക്കാണിക്കുന്നത്? ദൈവത്തിന്റെ നിയമങ്ങൾ പാലിക്കാൻ നമുക്ക് കഴിവില്ലെന്ന് കാണിക്കാനാണ് ന്യായപ്രമാണം ഉണ്ടായിരിക്കുന്നത്. എന്താണ് ന്യായപ്രമാണം പറയുന്നത്? ദൈവത്തിന്റെ കൽപ്പനകൾ ഇതാണ്, ദൈവത്തിന്റെ റിക്വയർമെന്റ്, ദൈവത്തിന്റെ ഡിമാൻഡ്, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് ഇതാണ്. എന്നാൽ അത് പാലിക്കാൻ പറ്റുമോ? പാലിക്കാൻ പറ്റുന്നില്ല. പാലിക്കാനുള്ള കഴിവ് നമുക്കില്ല. So അതാണ് we are incapable of keeping God's commandments or God's laws. അതാണ് മേജർ പ്രോബ്ലം. അതുകൊണ്ടാണ് നിങ്ങള്
ഈ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം, ഗലാത്യർ 3-ാം അധ്യായം 23-24. ഗലാത്യർ 3:23-24 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ എന്താണ് പറയുന്നത്? വിശ്വാസം വരും മുമ്പ് നമ്മെ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിങ്ങൾ അടച്ചു സൂക്ഷിച്ചിരുന്നു. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. Now before faith came, we were kept in custody under the law, imprisoned for the faith that was destined to be revealed, with the result that the law has become our tutor and our disciplinarian to guide us to Christ, so that we may be justified എന്നാണ്. സോ ഇവിടെ വളരെ ക്ലിയർ ആയിട്ടാണ് പറയുന്നത്, ന്യായപ്രമാണം ഇല്ലെങ്കിൽ ദ ലോ ഓഫ് മോസസ് അല്ലെങ്കിൽ പഴയ നിയമം എന്താണ്? പഴയ നിയമം ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, the law was a schoolmaster, law was a tutor, our disciplinarian, our guide. എന്താണല്ലോ? law was a schoolmaster, സ്കൂൾ ടീച്ചറാണ്, ഒരു ട്യൂട്ടറാണ്, ഒരു ഡിസിപ്ലിനേറിയൻ, ഒരു ഗൈഡാണ്. എന്താണ് ഇത്? ഡ്യൂട്ടി എന്താണ്? ഡ്യൂട്ടി വാസ് ടു ലീഡ് പീപ്പിൾ ടു ക്രൈസ്റ്റ്. ഇപ്പൊ ന്യായപ്രമാണം ഒരു സ്കൂൾ ടീച്ചറായിട്ട് അതിന്റെ കടമ അത് ചെയ്യുന്നു. എന്താണ് ന്യായപ്രമാണത്തിന്റെ കടമ എന്ന് ചോദിച്ചാൽ, ആളുകളെ ക്രിസ്തുവിലേക്ക് നയിക്കുക എന്നായിരുന്നു. അതാണ് ന്യായപ്രമാണത്തിന്റെ ഫംഗ്ഷൻ എന്നത്. So it is the law that shows us our helplessness, so that we could come to Christ and ask him to do what the law could not do. അതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതായത് നമ്മുടെ നിസ്സഹായ അവസ്ഥ ഉണ്ട്. ആ നിസ്സഹായ അവസ്ഥയെ ന്യായപ്രമാണം വളരെ ക്ലിയർ ആയിട്ടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നിസ്സഹായ അവസ്ഥയ്ക്ക് ഒരു ഭേദം, ഒരു മാറ്റം വരുത്താൻ ന്യായപ്രമാണത്തിന് കഴിയില്ല. എന്നാൽ ഈ ന്യായപ്രമാണം ആളുകളെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നുണ്ട്. കാരണം ന്യായപ്രമാണത്തിന് ഒരു ഇൻഎബിലിറ്റി ഉണ്ട്. സോ അതുകൊണ്ട് അത് ചെയ്യേണ്ട ഒരു കാര്യം ന്യായപ്രമാണം ചെയ്യുന്നില്ല. എന്നാൽ അതിന് പകരമായിട്ട് ന്യായപ്രമാണം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ന്യായപ്രമാണം ആളുകളെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ന്യായപ്രമാണം ക്രിസ്തുവിലേക്ക് നയിക്കുന്നത്? അതായത് ന്യായപ്രമാണം ചെയ്യാൻ കഴിയാത്ത കാര്യം നിങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു ചെയ്യുവാൻ വേണ്ടിയാണ്. അപ്പൊ ന്യായപ്രമാണം നമ്മെ ക്രിസ്തുവിലേക്ക് നയിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കും, ന്യായപ്രമാണത്തിന് കഴിയാത്ത കാര്യം കർത്താവെ നീ എന്റെ ജീവിതത്തിൽ ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കും. ന്യായപ്രമാണത്തിന് കഴിയാത്ത കാര്യങ്ങൾ കർത്താവെ നീ കഴിയുന്ന രീതിയിൽ എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. അപ്പൊ ക്രിസ്തു അത് സാധിച്ചു തരും.
അതിനുവേണ്ടിയാണ് ഇവൻ ന്യായപ്രമാണം ഒരു ടീച്ചറായിട്ട് സ്റ്റുഡൻസിനെ ക്രിസ്തുവിലേക്ക് നയിച്ചുകൊണ്ട്, ഒരു ഗൈഡായിട്ട് ആളുകളെ ക്രിസ്തുവിലേക്ക് നയിച്ചുകൊണ്ട്. ന്യായപ്രമാണം ചെയ്യാത്ത കാര്യം ക്രിസ്തു ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ. അതായത് now the New Testament don't tell us to do this and don't do this as the Old Testament. ഇപ്പോൾ പുതിയ നിയമം പഴയ നിയമം പോലെ നമ്മളോട് ഇത് ചെയ്യണം അത് ചെയ്യരുത് എന്ന് പറയുന്നില്ല. But in the New Testament we are told to open ourselves to allow God to work in us through His Holy Spirit. എന്താണ്? എന്നാൽ പുതിയ നിയമത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരാൻ, പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ പ്രവർത്തിക്കാൻ, നമ്മുടെ ഉള്ളങ്ങളെ തുറക്കണം, നമ്മുടെ ഹൃദയങ്ങളെ തുറക്കണം എന്നാണ് പുതിയ നിയമം പറയുന്നത്. പുതിയ നിയമം നമുക്ക് ഡൂസ് ആൻഡ് ഡോൺസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തരുന്നില്ല. പഴയ നിയമം പോലെ ഇത് ചെയ്യണം ഇത് ചെയ്യരുത് എന്ന്. സോ കാരണം പഴയ നിയമം റൂൾസ് റെഗുലേഷൻസ് തരുന്നുണ്ട്. ബട്ട് ദ ഓൾഡ് ടെസ്റ്റമെന്റ് ഇല്ലെങ്കിൽ ഓൾഡ് കവനന്റ് ഈസ് നോട്ട് ഗിവിംഗ് എബിലിറ്റി ടു കീപ് ദോസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, കീപ് ദോസ് ഡൂസ് ആൻഡ് ഡോൺസ്. അതുകൊണ്ട് അത് ക്രിസ്തുവിലേക്ക് നയിക്കുന്നു. ക്രിസ്തു തന്റെ രക്തത്തിൽ കൂടി പുതിയ ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്, പുതിയ ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ആ അഗ്രിമെന്റ് എന്താണ് എന്ന് ചോദിച്ചാൽ പഴയ നിയമം പോലെ ഡൂസ് ആൻഡ് ഡോൺസിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ല. എന്നാൽ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഉള്ളങ്ങളെ തുറക്കും, നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കും, ആത്മാർത്ഥതയോടെ മാനസാന്തരത്തിന്റെ അനുഭവത്തിൽ നുറുങ്ങിയ മനസ്സോടെ ഹൃദയങ്ങളെ തുറക്കുമ്പോൾ യേശുക്രിസ്തു എന്താണ് ചെയ്യുന്നത്? അങ്ങനെ തുറക്കുന്ന ഹൃദയങ്ങളെ, ജീവിതങ്ങളെ, ഉള്ളങ്ങളെ പരിശുദ്ധാത്മാവിലൂടെ നിറയ്ക്കും. അതാണ് പുതിയ നിയമത്തിന്റെ ഒരു വ്യത്യാസം എന്നത്. So open your being so that Jesus Christ can fill you with His Holy Spirit and give you the desire and ability to do God's will. യേശു ക്രിസ്തുവിന്റെ മുൻപിൽ നമ്മുടെ ഉള്ളങ്ങളെ തുറക്കണം, ഹൃദയങ്ങളെ തുറക്കണം. അപ്പോൾ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളങ്ങളെ, ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ജീവനെ ഉത്പാദിപ്പിക്കും, പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമ്പോൾ ദൈവഹിതം ചെയ്യാനുള്ള ഒരു ആഗ്രഹവും ദൈവഹിതം പൂർത്തീകരിക്കുവാനുള്ള ഒരു കഴിവും നമുക്ക് ലഭിക്കും. So our desire, our ability നമുക്ക് പരിശുദ്ധാത്മാവ് വരുമ്പോൾ മാത്രമേ കിട്ടത്തുള്ളൂ. So this is the true gospel message. ഇതാണ് യഥാർത്ഥ സുവിശേഷ സന്ദേശം എന്ന് പറയും. എന്നാൽ ഇന്ന് ക്രിസ്ത്യൻസ് ഈ പഴയ നിയമം പോലെ തന്നെ ഡൂസ് ആൻഡ് ഡോൺസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇങ്ങനെ പ്രീച്ച് ചെയ്തോണ്ടിരിക്കും. കേൾക്കുമ്പോൾ നല്ല രസം തോന്നും. എന്നാൽ ആ ഡൂസ് ആൻഡ് ഡോൺസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നമ്മൾ കേൾക്കുന്ന ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കീപ് ചെയ്യാനുള്ള എബിലിറ്റി നമുക്കില്ല. കേട്ട് നല്ലതായിരുന്നു എന്ന് പറയാനേ പറ്റത്തുള്ളൂ, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യാൻ പറ്റത്തില്ല.
എന്നാൽ പുതിയ നിയമം അങ്ങനെയല്ല, സുവിശേഷം അങ്ങനെയല്ല. And that is why all can receive the Holy Spirit freely. അതുകൊണ്ടാണ് എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ സൗജന്യമായി സ്വീകരിക്കാനുള്ള ഒരു വഴി പിതാവായ ദൈവം ക്രിസ്തുവിൽ കൂടി തുറന്നു വെച്ചിരിക്കുന്നത്. കാരണം ഈ പരിശുദ്ധാത്മാവ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പരിശുദ്ധാത്മാവ് ഇല്ലാതെ നിങ്ങൾക്ക് ക്രിസ്തീയ ജീവിതം ജീവിക്കാൻ പറ്റത്തില്ല. ഈ പരിശുദ്ധാത്മാവ് ഇല്ലാതെ സ്വഭാവം മാറത്തില്ല. ഈ പരിശുദ്ധാത്മാവ് ഇല്ലാതെ ഒരു എബിലിറ്റി, ഒരു കഴിവ് നമുക്ക് ലഭിക്കത്തില്ല. So you can serve God just as much as any other outstanding servant of God. മറ്റേതൊരു മികച്ച ദൈവദാസനെ പോലെ തന്നെ നിങ്ങൾക്ക് ദൈവത്തെ സേവിക്കാൻ, ശുശ്രൂഷ ചെയ്യാൻ കഴിയും. Your calling may not be the same in ministry as those outstanding servants of God. എന്നാൽ ശുശ്രൂഷയിൽ നിങ്ങളുടെ ദൈവത്തിന്റെ വിളി ഈ മികച്ച ദൈവദാസന്മാരെ വിളിയെ പോലെ ആയിരിക്കും. But one thing you should remember, if you open yourself to be filled with the Holy Spirit, you can do a powerful ministry in the body of Jesus Christ. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ നിങ്ങളെ തന്നെ തുറന്നു കൊടുത്താൽ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിങ്ങൾക്ക് ശക്തമായ മികച്ചവർ ശുശ്രൂഷ ചെയ്യാൻ കഴിയും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നിങ്ങൾ ആരെയും കോപ്പി ചെയ്യേണ്ട. But you will be a powerful vessel once you are filled or controlled by the Holy Spirit. എട്ടാം വചനത്തിലേക്ക് വരുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് എന്താണ്? ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. And those who are in the flesh cannot please God ever. നമ്മൾ 8-ാം അധ്യായം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ dealing with the whole subject of life in the Holy Spirit. റോമർ 8-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിലുള്ള ജീവനെ കുറിച്ചാണ്. പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉത്പാദിപ്പിക്കുന്ന ജീവനെയാണ് പ്രസ്താവിച്ചുകൊണ്ടിരുന്നത്. സോ ഇവിടെ പറയുന്നത് ജഡസ്വഭാവമുള്ളവർക്ക്, ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല എന്നാണ്. സോ നമ്മൾ മുമ്പേ കണ്ടു അവരെങ്ങനെ ദൈവത്തിന് ശത്രുക്കളായിട്ട് മാറും എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഇവിടെ പറയുന്നത് those who are in the flesh cannot please God എന്നാണ്. It is impossible to please God no matter how much you made good resolutions, no matter how much you try to do your best, you will never be able to please God. അതായത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് അസാധ്യമാണ്. ജീവിതത്തിൽ എത്ര നല്ല തീരുമാനങ്ങൾ എടുത്താലും, റെസൊല്യൂഷൻസ് ഉണ്ടാക്കിയാലും, പരമാവധി നല്ലത് ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. The only way to please God is to trust Him to fill you with His Holy Spirit. അപ്പൊ ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ഏക മാർഗം ഏതാണ്? ദൈവം നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കും
എന്ന് അവനിൽ വിശ്വസിക്കുന്നതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഏകൈക കാര്യം. So word of God says that without faith it is impossible to please God. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് അസാധ്യമാണ്. അതുപോലെ തന്നെ those who are in the flesh cannot please God. ജഡസ്വഭാവമുള്ളവർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ ആർക്കാണ് പ്രസാദിപ്പിക്കാൻ കഴിയുന്നത്? സോ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക്. എന്താണ് വിശ്വസിക്കേണ്ടത്? അവന്റെ മുൻപിൽ ജീവിതത്തെ തുറന്നു കൊടുക്കുമ്പോൾ അവന് പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കും. ആ പരിശുദ്ധാത്മാവിന്റെ ബലത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒരാൾക്ക് കഴിയും. You will have the ability to please God. അല്ലാതെ ചുമ്മാ വലിയ വാചകം അടിച്ചിട്ട് എന്തൊക്കെയോ കൂട്ടിക്കാട്ടിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്ത വലിയ ഒരു ചരിവാണ്. What God expects from us, God does not expect from us to do this or don't do this. That is not the gospel message. But ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? ദൈവം നമ്മിൽ നിന്ന് ഇത് ചെയ്യണം അത് ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളല്ല പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവം പ്രതീക്ഷിക്കുന്നു. ദൈവം പ്രതീക്ഷിക്കുന്നത് ഇല്ലെങ്കിൽ സുവിശേഷം പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, the gospel message is open yourself to be filled with God's Holy Spirit. സുവിശേഷത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ നിങ്ങളെ തന്നെ തുറന്നു കൊടുക്കണം എന്നുള്ളതാണ്. സോ അതാണ് ദൈവം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. So we should open ourselves. We should allow ourselves to receive His Holy Spirit, to be filled with His Holy Spirit. അത് വളരെ 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 let Him fill you, let Him change you, let Him change your nature, let Him lead you into the glory of true Christian life. ദൈവം നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കട്ടെ. ദൈവം നിങ്ങളെ മാറ്റട്ടെ. ദൈവം നിങ്ങളുടെ സ്വഭാവം മാറ്റട്ടെ. അവൻ നിങ്ങളെ യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിന്റെ മഹത്വത്തിലേക്ക് നയിക്കട്ടെ. നമ്മൾ നമ്മുടെ ഓൺ എഫേർട്സ് കൊണ്ട് ഒരു ക്രിസ്തീയ ജീവിതം ജീവിച്ചാൽ അത് ദൈവം അംഗീകരിക്കത്തില്ല. അതിൽ കൂടി ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. സോ അത് പുതിയ നിയമം പറയുന്നതുമില്ല. We cannot lead a Christian life with our own efforts. അങ്ങനെ പറ്റത്തില്ല. ഒമ്പതാം വചനത്തിലേക്ക് വരുമ്പോൾ, ഒൻപതാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡ സ്വഭാവമുള്ളവർ അല്ല, ആത്മസ്വഭാവമുള്ളവർ അത്ര. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ അല്ല എന്ന്. However, you are not in the flesh, but in the Spirit, if in fact the Spirit of God lives in you. But if anyone does not have the Spirit of Christ, he does not belong to him. എന്താണ് പറയുന്നത്? ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കണം, these Roman Christians had opened themselves to the Holy Spirit. റോമ പട്ടണത്തിൽ പാർത്തിരുന്ന വിശ്വാസികളുണ്ടല്ലോ, ക്രിസ്ത്യാനികളുണ്ട്, അവർ തങ്ങളുടെ ജീവിതത്തെ, തങ്ങളുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവിന് തുറന്നു കൊടുത്തവർ.
പരിശുദ്ധാത്മാവിനെ റിസീവ് ചെയ്തവർ, ആത്മാവിൽ നിറയപ്പെട്ടവരായിരുന്നു. എന്നാൽ ഈ ക്രിസ്ത്യാനികളെ ഗലാത്യയിൽ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളോട് കമ്പയർ ചെയ്യുമ്പോൾ അവർ ഒത്തിരി അപകടത്തിൽ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ, ഗലേഷ്യൻസ്, they had lot of problems. എന്താണ് ആ പ്രോബ്ലംസ് എന്ന് ചോദിച്ചാൽ, the Galatian Christians have begun their Christian life in the spirit. ഈ ഗലാത്യയിൽ പാർത്തിരുന്ന ക്രിസ്ത്യാനികൾ അവരുടെ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചത് ശരിയായ വഴിയിൽ കൂടിയാണ്. അതായത് പരിശുദ്ധാത്മാവിലായിരുന്നു അവർ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചത്. എന്നാൽ ആ ക്രിസ്തീയ ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ അവിടെ വഴി മാറി ഡൈവേർഷൻ ഉണ്ടായി. എന്താണ് ഡൈവേർഷൻ എന്ന് ചോദിച്ചാൽ, they thought that they could be made perfect by the flesh. എന്ന് പറഞ്ഞാൽ അവർ ആരംഭിച്ചത് പരിശുദ്ധാത്മാവിലാണ്. അവസാനം എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവ് മാത്രമല്ല, ഞങ്ങൾ പരിപൂർണരാകാൻ വേണ്ടി ചില ജഡികമായിട്ടുള്ള കാര്യങ്ങളും ആവശ്യമുണ്ട് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് അവരോട് ചോദിക്കുന്നത്, നിങ്ങൾ ആറ് ചതിച്ചു, നിങ്ങൾ ആറാടെ മയക്കിയത്, ഇത്ര പെട്ടെന്ന് സുവിശേഷത്തിൽ നിന്ന് നിങ്ങൾ എങ്ങനെ ഒഴിഞ്ഞു മാറി എന്ന് ചോദിക്കാൻ കാരണം അതാണ്. So this is the mistake so many people make even today. So even ഇന്നത്തെ ക്രിസ്ത്യാനികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. ആരംഭഘട്ടത്തിൽ അവർ ആത്മാവിൽ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചിട്ട് പിന്നെ 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 ചുറ്റുമുള്ള ആളുകളെ, സാഹചര്യങ്ങളെ എല്ലാം കണ്ടിട്ട് അവർ ജഡീകമായിട്ട് അതിനെ കൊണ്ടുപോകും. ജഡീകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ കൂടി പരിപൂർണതയിലേക്ക് എത്താൻ അവർ ശ്രമിക്കും. But that is not possible. അതാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വളരെ ക്ലിയർ ആയിട്ടുള്ളത്. You are not in the flesh. നിങ്ങൾ ജഡത്തിലുള്ളവരല്ല. He says to the Roman Christians, but you are in the spirit. If the spirit of God dwells in you. അപ്പോൾ ആത്മാവിലുള്ളവർ ആരാണ്? ആരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടോ അവരാണ് ആത്മാവിലുള്ളവർ. ഇത് വളരെ ക്ലിയർ ആയിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. If you open yourselves to the Holy Spirit, you allow the Holy Spirit to dwell in you and control your life, then you are not in the flesh anymore. അപ്പൊ നമ്മൾ പരിശുദ്ധാത്മാവിനെ വേണ്ടി കൊതിക്കുകയും പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി ആഗ്രഹിക്കുകയും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ, പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിൽ നമ്മൾ ജീവിക്കാൻ ആരംഭിക്കുമ്പോൾ നമ്മൾ ജഡീകരല്ല, ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവർ, ജഡത്തിലുള്ളവർ, ജഡസ്വഭാവമുള്ളവരും. എന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്കൊരു ശരീരം ആവശ്യമാണ്. But that ശരീരം should not be controlled by the lust of the flesh, but it should controlled by the Holy Spirit. അതാണ് പറയുന്നത്. So you are controlled by this new nature produced by the Holy Spirit. The Holy Spirit is the one who gives this nature, new nature. So adana new creation എന്ന് പറയുന്നത്. So he comes inside you, prompting you all the time what is right and prompting to avoid what is wrong. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ എന്താണ്? Always he encourages and empowers and gives ability and prompts you to do
what is right in the sight of God. At the same time, He gives ability and helps you and prompts you to avoid what is sin. അതാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരും. ഒരു പുതിയ ഒരു എബിലിറ്റി, ഒരു പവർ, ഒരു ഹെൽപ്പ് നമുക്ക് കിട്ടുന്നു. So if anyone does not have the Spirit of Christ, he does not belong to Him at all. See, പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ, ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ ക്രിസ്തുവിൽ ഉള്ളവൻ അല്ല എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. നമുക്ക് പള്ളി പോകാൻ പറ്റും, കുർബാന കൊള്ളാൻ പറ്റും, ക്രിസ്തീയ പാട്ടുകൾ പാടാൻ പറ്റും, സ്പിരിച്വൽ ലാംഗ്വേജസ് യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രസംഗിക്കാൻ പറ്റും, ചില മിനിസ്ട്രീസ് ലീഡർഷിപ്പ് വഹിക്കാനും പറ്റും. ബട്ട് ഇഫ് യു ഡോണ്ട് ഹാവ് ദ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ്, you are not belong to Him at all. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിൽ ഉള്ളവനല്ല. വേറെ രീതിയിൽ പറഞ്ഞാൽ, if a man not even received the Spirit of Christ into him, he is not a born again person. ഒരു വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ അവൻ സ്വീകരിച്ചില്ലെങ്കിൽ അവൻ നോമിനൽ ക്രിസ്ത്യനാണ്. ആ വ്യക്തി പുതിയ സൃഷ്ടിയല്ല, പുതിയതായിട്ട് ജനിച്ചിട്ടില്ല. രണ്ടാമതായിട്ട്, ഈസ് നോട്ട് ക്രിസ്ത്യൻ അറ്റ് ഓൾ. അവൻ ഒരു ക്രിസ്ത്യാനിയേ അല്ല. കാരണം ക്രിസ്ത്യാനി എന്ന് പറയുന്നവൻ ഈ ബിലോങ് ടു ക്രൈസ്റ്റ്. But those who belong to Christ, they will have the Spirit of Christ. പരിശുദ്ധാത്മാവ് ഇല്ലാതെ ഒരാൾ എങ്ങനെയാണ് ക്രിസ്ത്യാനി ആകുന്നത്? ആ ക്രിസ്ത്യൻ ലൈഫിനെ ലീഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്, ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ ക്രിസ്തുവിൽ ഉള്ളവൻ അല്ല എന്ന് വളരെ ക്ലിയർ ആയിട്ടുണ്ട്. So God does not expect a Christian to live his life on earth without being filled with the Holy Spirit. But ദൈവം ഒരിക്കലും എന്നിലും നിങ്ങളിലും എക്സ്പെക്ട് ചെയ്യുന്നില്ല പരിശുദ്ധാത്മാവ് ഇല്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കണമെന്ന്. അങ്ങനെയുള്ള ഒരു ക്രിസ്തീയ ജീവിതം ദൈവം അംഗീകരിക്കുന്ന, അക്സെപ്റ്റ് ചെയ്യുന്ന ക്രിസ്തീയ ജീവിതമേ ആണ്. സോ അങ്ങനെയുള്ള ക്രിസ്തീയ ജീവിതം അത് ജഡത്തിലുള്ളതാണ്, ആത്മാവിലുള്ളതല്ല. ജഡത്തിലുള്ളത് എപ്പോഴും ജഡത്തിന്റെ ചിന്തകളിൽ കൂടിയാണ് നയിക്കുന്നത്, മുൻപോട്ട് പോകുന്നത്. അത് ദൈവത്തിനെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. അത് ദൈവത്തോട് ശത്രുത്വമുണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് മിയർലി ഇനഫ് ടു ബി ഫോർഗിവൻ. നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചിട്ടുണ്ടോ? നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞിട്ടുണ്ടോ? ഇതുവരെ ചെയ്ത പാപങ്ങൾക്കുള്ള മോചനം നേടിയിട്ടുണ്ടോ? അതല്ല ഇമ്പോർട്ടന്റ്. യു ഹാവ് ടു ഓപ്പൺ യുവർ ബീയിങ് ഫിൽഡ് വിത്ത് ഗോഡ്സ് ഹോളി സ്പിരിറ്റ്. അതില്ലാതെ you are not going to get an ability to keep God's laws, and you are not going to get an ability to overcome sin. You are not going to get an ability to overcome Satan. You are not going to get an ability to overcome temptations. So അത് വളരെ 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 കൊണ്ട് ഞാൻ അറിയുന്ന ഒരേ ഒരു, every day, every moment of our life, we have to pray to God. ദൈവമേ എന്നെ പരിശുദ്ധാത്മാവിനാൽ നീ നിറയ്ക്കണം, പരിശുദ്ധാത്മാവിനാൽ നീ നയിക്കണം, പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ വന്ന് വസിക്കണം. സോ ആ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ഈ ലോകത്തിൽ ക്രിസ്തീയ ജീവിതം ജീവിക്കണം. ആ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ യു ആർ എ ക്രിസ്ത്യൻ.
If you don't have the Spirit of Christ, you are not a Christian. അങ്ങനെയുള്ള ക്രിസ്തീയ ജീവിതം ജീവിച്ചിട്ട് ദൈവത്തിന്റെ മുൻപിൽ പോയി നിന്നാൽ നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നത് ഡൗട്ട്ഫുൾ. സോ സമയമായതുകൊണ്ട് ഞാൻ ഇവിടെ എത്തുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം.